ഹലോ പോഡ്കാസ്റ്റ് വിത്ത് അസിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ആനന്ദ്. ഞാൻ അമീർ ഷാ. ക്യാമറയ്ക്ക് വേണ്ടി ഉണ്ണിക്കുട്ടൻ. അപ്പം ഞങ്ങളുടെ ചാനലായ റീടേക്കിന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. എന്താണ് നിന്റെ അഭിപ്രായം? എന്ത് പോഡ്കാസ്റ്റ് തുടങ്ങുന്ന നമ്മുടെ ചാനല് ഒരു തീരുമാനം എടുത്തപ്പോ നിന്റെ ആ ഫസ്റ്റ് അഭിപ്രായമൊന്നുമില്ല, എല്ലാരും തുടങ്ങുന്നു, നമ്മളും തുടങ്ങുന്നു, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. നമുക്കറിയാവുന്ന സംഭവം ചുമ്മാ ഇരുന്ന് സംസാരിക്കുക, റീച്ച് കിട്ടിയ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. നമ്മുടെ ചാനല് സിനിമ റിലേറ്റഡ് ചാനൽ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പോഡ്കാസ്റ്റും സിനിമ അതുകൊണ്ട് തന്നെയായിരിക്കും. നമുക്ക് ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വിഷയമാണ് ദിലീപും കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സബ്ജക്ട്. നമ്മുടെ എല്ലാ സബ്ജക്റ്റും ഇപ്പം സിനിമയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അതും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ വരും. നമ്മുടെ ചാനൽ സിനിമയുമായി ബന്ധപ്പെട്ട ചാനൽ ആയതുകൊണ്ട് നമ്മുടെ കണ്ടന്റുകളും സിനിമയുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ നമ്മള് പോഡ്കാസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഓരോ സബ്ജക്റ്റും സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ദിലീപും കുട്ടിക്കാലം. ദിലീപ് സിനിമയും കുട്ടിക്കാലവും. അപ്പം ദിലീപ് സിനിമയും കുട്ടിക്കാലവും, നിന്റെ കുട്ടിക്കാലത്ത് സിനിമ എത്രത്തോളം ഇത് ചെയ്തിട്ടുണ്ട്? ആദ്യമേ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. സിനിമ കുട്ടിക്കാലത്തിൽ എത്രത്തോളം ഇത് ചെയ്തിട്ടുണ്ട്? എന്റെ കുട്ടിക്കാലത്തെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ അറിയാലോ, നമ്മള് ട്യൂഷൻ ആയിരുന്നു. ട്യൂഷൻ, സ്കൂള്, അതൊക്കെ ഒരു മെയിൻ സംഭവമില്ലേ. അത് കഴിയുന്നു, വീട്ടിൽ വരുന്നു, കളിക്കാൻ പോകുന്നു, പിന്നെ നമ്മൾ ടി വിയിലായിരിക്കുമല്ലോ സമയം ചെലവഴിക്കുന്നു. അതിൽ കൂടുതലും ഈ സിനിമ കാണുന്നത് ദിലീപിന്റെ ആയിരിക്കും. കാരണം പഴയ സിനിമകളായിരിക്കും കുറച്ചുകൂടെ നൊസ്റ്റാൾജി അടിക്കുന്നത്. ഒന്നും നമ്മളൊന്നും ആലോചിക്കുന്നില്ല, ചുമ്മാ കാണുക, ചിരിച്ചു പക്ഷെ അന്നത്തെ സിനിമയെല്ലാം ഇപ്പൊ നമുക്ക് റിലേറ്റബിൾ ആണ്, പല സിനിമകളും. അപ്പം ആ സിനിമകൾ തന്നെ ആയിരിക്കും കൂടുതൽ. എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോയി ആ ഒരു ടൈം കളഞ്ഞിട്ട് നമ്മൾ കൂടുതൽ വീട്ടിൽ വന്നാൽ ചിലവഴിക്കുന്നത് ടി വി ആയിരിക്കും. അന്ന് നമുക്ക് ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ടി വി ആയിരിക്കും നമ്മളെ മെയിൻ ഒരു ഇതെന്ന് സ്രോതസ് എന്ന് പറയാൻ പറ്റുന്നത്. അതിൽ നിന്നായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ടി വി നമ്മളിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമ CD മൂസി ആയിരിക്കും, റിപ്പീറ്റ് അടിച്ച് കണ്ടിരിക്കുന്ന പടം. പക്ഷെ അന്ന് നമ്മൾ വളർന്നു വന്ന സമയത്ത് ഈ സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മള് CD മൂസി ഇത്രയും കാണത്തില്ല. അത് ശരിയാ. കാരണം നമ്മൾ ഫോണിൽ ഒരു തവണ കണ്ട സിനിമ നമ്മൾ വീണ്ടും ഫോണിൽ ഇരുന്ന് കാണുന്നത് വളരെ കുറവാണ്. അതും CD മൂസിയൊക്കെ നമ്മൾ 10-20 വട്ടം കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ഫോണിൽ അങ്ങനെ കാണത്തില്ലല്ലോ. പക്ഷെ ആ സിനിമയൊക്കെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം. കാരണം ആ സിനിമയ്ക്ക് പിന്നെ റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ടി വി തന്നെ അത് ഫുൾ ഇരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഇനി വന്നാൽ നമ്മൾ ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് വന്നാലും നീ ഇരുന്നാണ്, അതുപോലെ തന്നെ നാളെ ഉച്ചയ്ക്ക് വന്നാലും നീ ഇരുന്നു. പക്ഷെ ടി വിയിലായതുകൊണ്ടാണ്, കാരണം അവിടുത്തെ കൺട്രോൾ നമ്മളെ കയ്യിലല്ല. പക്ഷെ ഫോണിലാണെങ്കിൽ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എവിടെങ്കിലും ഒക്കെ പോകും. അതും ഒരു ഫോണിൽ തന്നെ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. പിന്നെ ചിലപ്പോൾ നമ്മൾ കാണത്തില്ല. പിന്നെ നമ്മൾ ഫോണിൽ കാണുമെങ്കിൽ തന്നെയോ അതിന്റെ വല്ല ക്ലിപ്പുകളായിട്ടായിരിക്കും. ഞാൻ പറയാൻ വന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൊന്നും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ റീൽ ഇറങ്ങുന്നല്ലോ, 1 മിനിറ്റ് റീലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഷോർട്സ്, ആ കാര്യങ്ങളിലൊന്നും CD മൂസ, മീശമാധവൻ അങ്ങനെയുള്ള സംഭവമൊക്കെ കുറവായിരിക്കും. അന്നേരം നമുക്കത് ടി വി കാണുമ്പോൾ നമുക്ക് അതിന്റെ കണ്ടുകൊണ്ട് മടുക്കുന്നില്ല. നമ്മൾ എപ്പോഴും എത്ര കണ്ടാലും മടുക്കത്തില്ല, കിട്ടുന്നില്ലല്ലോ. നമ്മൾ പിന്നെയും ടി വി വന്നാൽ നമ്മൾ കാണും, എടുക്കും. പല സിനിമകളുണ്ട്. പക്ഷെ കൂടുതൽ കണ്ടേക്കുന്ന മീശമാധവനും CD മൂസ അങ്ങനെയുള്ള പറക്കം തളിയ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഈ 2 സിനിമ, CD മൂസയും മീശമാധവൻ. ഇതില് ഈ രണ്ട് സിനിമയും എനിക്ക് തോന്നുന്നു നമ്മള് ജനിക്കുന്നതിന് മുമ്പുള്ള പടമാണ് വന്നത്. ഏകദേശം 2002 അതിന് മുമ്പാണ് മീശമാധവനും. അത് ആ ഒരു വർഷം തന്നെ ഇറങ്ങുന്ന പടമാണ്. എന്തായാലും നമ്മളാ നാട്ടിൻപുറത്തോട്ട് കൊണ്ടുപോകുന്നതും മീശമാധവൻ ആ ഒരു ഇതുണ്ടല്ലോ, റേഷൻ കട, ചായക്കട, ആ ഒരു കണക്ഷൻ നല്ലതാണ്. പുള്ളി വളർന്നു വരുന്നത് ആശ, മുള്ളാൻ, പമ്പൻ എല്ലാം വളരെ നമുക്ക് എവിടെയെങ്കിലും റിലേറ്റഡ് എന്തെങ്കിലും കാരണം എവിടെയെങ്കിലും ഒരു സ്പോട്ട് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടും അതേപോലെ മലയാളികള് ഏറ്റെടുത്ത ഒരേ ഒരു കള്ളൻ അതായിരിക്കും. എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്നതും മോശമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ തന്നെ സാധനം വാങ്ങുന്നവരാ, പുള്ളിയുടെ തന്നെ ആവശ്യങ്ങൾ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എന്നാ വലിയ ഉപദ്രവമാണോ? അല്ല. കാരണം ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് അവിടെ കൊടുക്കും, അവിടുന്ന് ഒരു സാധനം എടുത്ത് ഇപ്പുറത്ത് കൊണ്ട് പുള്ളി കൊടുക്കും. അങ്ങനെയാണ് പുള്ളി അത് ബാലൻസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും. അതുമല്ല, പുള്ളി അതിനകത്തുള്ള മാധവൻ കട്ടയൊന്നും ജയിക്കിന്റെ പുറത്ത് പോകത്തില്ല, എല്ലാം അതിനകത്ത് തന്നെ കറങ്ങി. ഇപ്പം നിനക്കിപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, അതായത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നിനക്ക് തോന്നിയിട്ടുള്ള ദിലീപ് സിനിമ?
എനിക്ക് അങ്ങനെ ദിലീപിന്റെ ഒട്ടുമിക്ക സിനിമയും നമുക്ക് അതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ എങ്കിലും ഒത്തിരി സിനിമ ഉണ്ട്, എന്നാലും അതില് ഒരു പൊടി മുന്നിൽ അല്ലെങ്കിൽ ഒരു പൊടി മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ള പടം നിന്നെ ഇതായിട്ട് നിനക്ക് അത്രത്തോളം കണക്ട് ആയിട്ടുള്ള സിനിമ? എനിക്ക് സ്പീഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താന്ന് വെച്ചാ ഞാൻ കൊച്ചിലത് എന്റെ വീട്ടിൽ മറ്റേ DVD സംഭവം ഒന്നുമില്ല, മറ്റേ ചന്തോന്റെ വീട്ടിൽ ഞാനത് തോനെ കണ്ടേക്കുന്നത്. അപ്പൊ ഞങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് മിക്ക ദിവസവും CD ഇട്ട് ആ ക്ലൈമാക്സ് കാണാൻ വേണ്ടി ആ സിനിമ കൊണ്ടുവരുന്നുണ്ട്. അതെനിക്ക് അത് എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ സിനിമയിലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അത് ഭയങ്കര കണക്റ്റാണ്. കാരണം ആ ഒരു സീൻ കാണാൻ ഞങ്ങൾ ത്രൂ ഔട്ട് അതിരുന്ന് കണ്ടിട്ടുണ്ട്. ഈ CD ഞാൻ അങ്ങനെ ദിലീപിന്റെ പടം ഒന്നും CD ഞാൻ കൂടുതലും കണ്ടിരിക്കുന്ന TV തന്നെ. ഇപ്പൊ പിന്നെ യൂട്യൂബില് കാണാത്ത പടങ്ങൾ ഇരുന്ന് കാണാറുണ്ട്, യൂട്യൂബിൽ ഇരുന്ന് കാണാറുണ്ട്. CD ഇട്ട് അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ തിയേറ്ററിലും പോയി കണ്ടിട്ടില്ല. നീ തിയേറ്ററിൽ പോയി അങ്ങനെ ദിലീപിന്റെ സിനിമ എന്നെ അല്ല, ഞാനങ്ങനെ കൊച്ചിലെ അങ്ങനെ സിനിമ തിയേറ്ററിൽ പോയി എന്ന് പറഞ്ഞാൽ നമ്മള് കൂട്ടുകാരായിട്ട് പോകുമ്പോൾ ഞാൻ ഏതാണ്ട് 10+1 ആ ടൈമിലാണ് ഞാൻ പോയത്. അതിന് മുമ്പും വീട്ടുകാരായിട്ടും കൊണ്ടുപോയിട്ടില്ല. ആ ഒരു വാശിക്കാണ് നിലവിൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമയെല്ലാം തിയേറ്ററിൽ പോയി കാണുന്ന താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ സിനിമ അങ്ങനെ എനിക്ക് അതുകൊണ്ട് തന്നെ റിലീസ് വേണമെന്ന് ഈ സിനിമകൾക്കെല്ലാം എനിക്കൊരു ഇതുണ്ട്. മീശമാധവനായാലും CID മൂസ ആയാലും സ്പീഡ് ആയാലും. മീശമാധവൻ റിലീസ് വന്ന് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാ അത് എല്ലാരും കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു 4K-ലാക്കി അതിന്റെ ഡോൾബി അറ്റ്മോസിലോട്ടൊക്കെ മാറ്റുമ്പോഴത്തേക്ക് വളരെ നല്ല കാരണം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. ആ പടത്തില് റൊമാൻറ്റിക് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇമോഷണൽ അതിനകത്ത്. പിന്നെ അത് കൂടാതെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇട്ടൂടാ, തിയേറ്റർ എക്സ്പീരിയൻസ്. അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഇൻട്രോ തുടങ്ങുന്ന പാട്ടും ആ ഒരു നറേഷനൊക്കെ ഡയറക്ടർ അത് ഭയങ്കര ഒരു ഫീൽ കിട്ടുന്ന സാധനം. എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിന് എന്തോ ഒരു സംതൃപ്തി കിട്ടും, ഭയങ്കര ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണണം. പിന്നെ വെട്ടം അന്ന് തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ ഇറങ്ങി നോക്ക്. കാരണം വെട്ടത്തിന്റെ ക്ലൈമാക്സിലാണെങ്കിൽ അതിനകത്തുള്ള എല്ലാരും ആ ഗോഡൌണിൽ വന്നിടന്ന് എന്ത് കാണിക്കുന്നു, ആ സാധനമൊക്കെ നമുക്ക് ഇനിയും കിട്ടുകയെന്ന് പറയുന്നത്. പിന്നെ അറിയാലോ പഴയ നടന്മാരുടെ സംഭവം നമ്മളങ്ങനെ പോയി അവിടെ പോയി കണ്ടിട്ടില്ല, നമുക്കതൊരു എക്സ്പീരിയൻസ്. അതിനൊക്കെ ഒരു ബ്രില്യന്റ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അതായത് ഒരു സിനിമയിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ലാസ്റ്റ് ക്ലൈമാക്സിൽ കൊണ്ടുവരുന്നു. ആദ്യം മുതൽ ആ പടത്തിൽ കണ്ടുവന്നിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ക്ലൈമാക്സ് ആകുമ്പോൾ ഗോഡൌണിൽ കൊണ്ടുവരും. അവരുടേതായ രീതിയിൽ ഓരോന്ന് ചെയ്യുന്നു, കോമഡി വർക്കാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നായകന്റെ മാത്രം സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല. അതെ, ദിലീപിന്റെ ഒരുവിധപ്പെട്ട എല്ലാ പടവും അങ്ങനെയാണ്, കൂട്ടായ ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയ്ക്കകത്തും മീശമാധവനായാലും CID മൂസ ആയാലും കല്യാണത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫോക്കസ് ഔട്ട് ആവുന്ന ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ അത് പറയാൻ കാരണം കല്യാണം പോന്നിക്കരയുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് അത് കാരണം നമ്മളിപ്പോ ഈ റീലിലുള്ള ശരീരം വെച്ച് ഇങ്ങനെ കാണിക്കുന്നതും നടന്നു വരുമ്പോഴുള്ള ലുക്കും കാര്യങ്ങളും നോക്കുന്നതായാലും അത് ഫോക്കസ് ഔട്ടാണ്. ഞാൻ ആ സിനിമ കാണുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഈ നമ്മളെ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ വേറൊരു ടോപ്പിക്കിനെ പറ്റി അവര് വേറെ 2 കഥാപാത്രങ്ങൾ ഇന്ന് സംസാരിക്കുക. അപ്പോഴാണ് ഈ ഇന്നസെന്റ് സൈഡിൽ ഇരുന്നത് ഓരോന്നൊക്കെ കാണിക്കുന്നത്. അത് എങ്ങനെയായിരിക്കും ഡയറക്ടർ പറയുന്നത്, ചേട്ടൻ ഫോക്കസ് ഔട്ടാ, ചേട്ടൻ എന്തെങ്കിലും ചുമ്മാ കാണിച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് പറയായിരിക്കും ചേട്ടൻ നേരത്തെ മിസ്റ്റർ കേരള ആയിരുന്നു, അപ്പൊ അതില് പുള്ളി അതിനകത്തിരുന്ന് ഇങ്ങനെ ശരീരം കാണിക്കുന്നുണ്ട്. അത് കൂടാതെ മറ്റേ ഭയങ്കര എന്താണ്ട് ഡിസ്കസ് ചെയ്യുന്ന വിധത്തിലെ ഇതുണ്ടല്ലേ, കസേരയുടെ മേളിൽ കയറിയിരുന്ന ഇങ്ങനെ. അത് നമ്മള് പണ്ട് കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ആ ഒരു സംഭവം നമ്മൾ നോക്കുന്നതാണ്. അതാണെങ്കിൽ മറ്റേ അതിൽ തന്നെ മറ്റേ സലീം കുമാർ കുളിക്കുന്ന സീനുണ്ട്, അപ്പോഴും പുള്ളി ആ ഒരു ബോഡി ഇതൊക്കെ ആ സമയത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പല ആക്ടേഴ്സും പല സിനിമകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ സിനിമയിലാണ് കൂടുതൽ ഇങ്ങനെ കോ ആക്ടേഴ്സ് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ എല്ലാരും ഇപ്പം ദിലീപ് ഇവര് ഒത്തിരി നടന്മാരുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ട് ദിലീപിന്. ദിലീപ് ഹരിശ്രീ അശോകൻ അതൊരു കോംബോയാണ്, ദിലീപും ഇന്നസെന്റ് ഒരു കോംബോയാണ്, ദിലീപും കൊച്ചിൻ ഹനീഫ ഒരു കോംബോയാണ്, ജഗതി ഒരു കോംബോ. അങ്ങനെ ഒത്തിരി പേരുമായിട്ടൊരു ഇത് എന്തുവാ ഒരു കെമിസ്ട്രി ഉണ്ട് ഇവര് അമ്മയെ. ഇവരെല്ലാം എത്തുന്ന സിനിമ അടിപൊളിയാണ്. എന്നാൽ ഇവര് എത്താത്ത ഇപ്പം മറ്റേ
ദിലീപ് മറ്റേ പഠിക്കാൻ പോകുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, പ്രായം കഴിഞ്ഞിട്ടും പഠിക്കാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് ഇതുണ്ട്, മീനത്തിൽ താലി. മീനത്തി താലിയായിട്ട് അതില് ജഗതി ഉണ്ട്. പക്ഷെ അതിൽ ഹരിശ്രീ അശോകനൊന്നും ഇല്ലല്ലോ. പക്ഷെ ജഗതി ആയിട്ടുള്ള ഒരു കെമിസ്ട്രി അതിൽ ഉണ്ട്. അതാണ് പുള്ളിയുടെ സിനിമയ്ക്കകത്ത് ഏതെങ്കിലും ഒരു മെയിൻ ആക്ടേഴ്സ് കൊണ്ടിടും എന്നുണ്ടെങ്കിൽ അവർക്കും അത്ര ഒരു സ്പേസ്. കാരണം അവരും കൂടെ അങ്ങനെ സ്കോർ ചെയ്താലേ, ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒരാള് സ്കോർ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇപ്പുറത്തും അടിച്ചിടാൻ പറ്റത്തുള്ളൂ, കൗണ്ടർ ആയാലും എന്തോലും. അപ്പൊ അങ്ങനെ കട്ടക്കൊക്കെ നിൽക്കാൻ പറ്റിയതാണ് പഴയ സിനിമകൾ മൊത്തം. അതിലിപ്പം പെട്ടെന്ന് പറയാൻ പറ്റും, നമ്മൾ CID മൂസയ്ക്കകത്ത് മറ്റേ അടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് രാവിലെ, നിങ്ങൾക്ക് അറിയോ ഇപ്പൊ രാവിലെ ഇവിടെ ഇതില്ല, എനിക്ക് വിറ്റാമിൻ A ഇല്ല, എന്നാ വിറ്റാമിൻ XXX എന്ന് പറഞ്ഞ കൊച്ചിന് നീ മറ്റേ കളർ വീശി കൊടുക്കുന്ന സീൻ. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറയുന്നതെല്ലാം നല്ല ഇതാണ്. ഈ CID മൂസ കുറെ നാളുകൊണ്ട് കേൾക്കുന്ന കാര്യം CID മൂസയുടെ ടീം. നീ അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇനിയിപ്പോ അത് ഇറക്കാൻ പറ്റിയാലും ഇനി അവരെ കോൺസെപ്റ്റ് എന്തോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലരും ഇപ്പം നിലവിൽ അവർക്ക് ഇറക്കാൻ പറ്റുവാണെങ്കിൽ ഇവരിപ്പോ എന്തോ അതിനകത്ത് ലാസ്റ്റ് നിർത്തിയേക്കുന്നത് പുള്ളിയെ പറഞ്ഞു വിടുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അവിടുത്തെ സംഭവം ആയിരിക്കും. അപ്പൊ അങ്ങനെ ഈ ക്യാരക്ടേഴ്സിനെ അവർക്ക് ഒഴിവാക്കാം. പക്ഷെ പുള്ളി തന്നെ ഡയറക്ടർ തന്നെ പറയണല്ലോ അതിന് സംഭവിക്കത്തില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് വേറൊരു താല്പര്യം എന്തോന്ന് വെച്ചാൽ, ഈ CID മൂസ എന്ന് പറഞ്ഞ സാധനം നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറാണുള്ള സിനിമ. ഇത്രയും കട്ട് ചെയ്ത് ആ ഫുള്ള് കട്ട് ചെയ്യാത്ത ഫുള്ള് സാധനം ഇറക്കിയും കൊടുക്കണം. കോമഡി ആണെങ്കിൽ നമുക്കൊരു ഇതില്ല. പക്ഷെ തിയേറ്ററിൽ അത് എങ്ങനെ ഓടുന്നു? കാരണം 4 മണിക്കൂറൊക്കെ പോയിരുന്ന് കാണുമോ? അല്ലെങ്കിൽ ആ അന്ന് എടുത്ത് വെച്ചാ ഈ പ്രിന്റ് ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒരു കട്ട് ചെയ്ത ഒരു വെബ് സീരീസ് പോലെ, അല്ലെങ്കിൽ ഒരു OTT പ്ലാറ്റ്ഫോമിൽ കൊടുക്കണം. OTT ഇല്ലെങ്കിൽ തന്നെ യൂട്യൂബിലായാലും റിലീസ് ചെയ്തിട്ട് മോഹൻലാലിന്റെ സിനിമ ഇപ്പം മറ്റേ മലയാളത്തിൽ തന്നെ ഇപ്പം ഒത്തിരി സിനിമകൾ OTT എടുക്കാത്ത പടങ്ങള് യൂട്യൂബിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അപ്പൊ അതുപോലെ ഇറക്കി കിട്ടാൻ. കാരണം നമുക്ക് സമയങ്ങളെയല്ല മീൻ. അപ്പം അതൊരു സംഭവമാണ്. ഈ നമ്മളിപ്പോ ഈ 2 ഇപ്പം വേണോന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോ മറ്റേ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ന്യൂസുകൾ ഓരോ ചാനലുകൾ ഇടുമ്പോ അതിന്റെ കമന്റ് ബോക്സിൽ ഭയങ്കര സപ്പോർട്ടുള്ള അവിടെ ആൾക്കാർ ഇടുന്നത്, അതായത് 2 വേണോന്നും പറഞ്ഞു. അത് സംഭവം അപ്പം ഇത്രയും ഈ കോമഡി അല്ലെങ്കിൽ ഇത്രയും സംഭവം നമുക്ക് പോയിരുന്ന് ചിരിക്കാം. കാരണം നിലവിൽ അങ്ങനെ കോമഡി സിനിമ അങ്ങനെ വലുതായിട്ട് വരുന്നില്ലല്ലോ തിയേറ്ററിൽ. ഞാൻ ഈ റീസെന്റ് അങ്ങനെ കണ്ടോണ്ട് എനിക്ക് ഓർമ്മയൊന്നും നമ്മളാരും ഇങ്ങനെ കണ്ടിട്ടില്ല. പഴയൊരു അന്നത്തെ കാലത്തുള്ള കോമഡി സിനിമകളൊന്നും ഇന്ന് ഇറങ്ങുന്നില്ല. ആ ഒരു അത്രയും നല്ല രീതിയിൽ ചിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കോമഡി ആയിട്ട് തന്നെ ക്ലൈമാക്സ് കൊണ്ടുപോകാനോ അതിനകത്ത് വളരെ ഇമോഷണൽ അങ്ങനെ വരുന്നില്ല. ത്രൂ ഔട്ട് അങ്ങനെ ഇമോഷണൽ ഉണ്ടോ? ഇടയ്ക്ക് എന്തെങ്കിലും കാണുമോ അവിടെ മറ്റേ നായിക ഇടിക്കുന്ന സീനോ അല്ലെങ്കിൽ നായിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അല്ലാതൊരു ഇമോഷണൽ സീൻ അതിനകത്ത് ഇല്ല. അന്നേരം ത്രൂ ഔട്ട് ചിരിക്കാന്ന് പറയുന്ന സാധനം ഇപ്പൊ നിലവിൽ ഇറക്കുന്നുണ്ടോന്ന് എനിക്കൊരു അടിയപ്പിയൊരു കൂട്ടമണിയാണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് കോമഡി പിന്നെ ഏതുണ്ട്, പിന്നെ വാഴയ്ക്കകത്ത് ഇമോഷൻ ഉണ്ട്. അല്ല കോമഡി സിനിമകൾ ഉണ്ടെങ്കിലും മറ്റേ സലീം കുമാർ പറഞ്ഞ കണക്ക് പുള്ളി ഒരു എന്തതിലോ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കണക്ക് പഴയ പോലെയുള്ള സിനിമകള് ഇപ്പം ഒരു ത്രൂ ഔട്ടില്ല. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ആയിരിക്കും മിക്കവരും പറയുന്നത് 2 വേണം 2 വേണം 2 വേണം. പക്ഷെ ഇതിലും ഒരു പോരായ്മ പഴയ ആൾക്കാരില്ല. അതാണ് എങ്ങനെ അങ്ങനെ ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ഈ പറയുന്നവര് മിക്കവരും പഴയ CID മൂസ കണ്ടിട്ടായിരിക്കും പറയുന്നത്. അതുപോലെ ആവത്തില്ല ഒരിക്കലും. ഇനി അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. ഇപ്പൊ നീ പറഞ്ഞ കണക്ക് പുള്ളി അവസാനം വിദേശത്തോട്ട് പോവുക. അപ്പൊ എന്റെ ഒരു ഇത് എന്ന് പറയുന്നത് പുള്ളി വിദേശത്തോട്ട് പോയ സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ളതേ നടക്കത്തുള്ളൂ. പുള്ളി അവിടെ പോയി വലിയ ഏതെങ്കിലും കേസ് അന്വേഷിക്കുന്ന അതില് പുള്ളിയുടെ രീതിയിലുള്ള കോമഡി കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ പഴയ ആൾക്കാരെല്ലാം അതിൽ വരും എന്നുള്ള കാര്യം എന്തായാലും എനിക്ക് തോന്നുന്നു ജോണി ആന്റണിയെ പറ്റി ഒരു പുള്ളി അറിഞ്ഞിട്ടില്ല തോന്നുന്നു. ഇപ്പോഴേ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാവും. പക്ഷെ പുള്ളി താല്പര്യം ഇല്ല എന്നുള്ള കാരണം അതങ്ങനെ മതി. ഒരു പ്ലാനും ഇല്ലാതെ സെക്കൻഡ് പാർട്ട് സിനിമകൾ ഇറക്കാറുണ്ടല്ലോ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റേ മന്നാർ മത്തായി സ്പീക്കിംഗ് ഇൻ ദ 2. അതില് ആ സിനിമ ആ ഒരു ഫസ്റ്റ് സിനിമയെ പോലും ഒരു ഇതാക്കി കളയുന്ന രീതിയിലോട്ട് അങ്ങ് പോയി. അങ്ങനെ ഒത്തിരി സിനിമകൾ വന്നിട്ടുണ്ട് തോന്നില്ലേ സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്യാതെ വന്നിട്ടുള്ള പടം. പക്ഷെ പ്ലാൻ ചെയ്യാതെ വന്ന് ഹിറ്റായ സിനിമകൾ കൂടെ ഉണ്ട്. ഇപ്പം ആട് സംഭവം എന്തോന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഫസ്റ്റ് വലിയ തിയേറ്ററിൽ വലിയ ഇതില്ലായിരുന്നു. പക്ഷെ അത് നമ്മൾ OTT അല്ല ടി വി കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴായിരിക്കും സെക്കൻഡിന്റെ കാര്യം അവർ ഓൺ ആക്കിയത്.
അത് Second ഇട്ടായിരുന്നു. അത്യാവശ്യം തിയേറ്ററിലും ഒക്കെയാണ് നമ്മളിതിൽ. അതിനിപ്പോ 3 ഇപ്പൊ വൻ പരിപാടി ആണെന്നൊരു പുള്ളി പറഞ്ഞത്. കാരണം പുള്ളി പറഞ്ഞത് പടക്കളം 2 ഇല്ല, പക്ഷെ അതില് കുറെ ആക്ടേഴ്സിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അതായത് അവരെ ഫ്രൈഡേ ഫിലിംസിലെ യൂണിവേഴ്സിലോട്ട് ആ കഥാപാത്രങ്ങൾ വരുമോ, മേ ബി അങ്ങനെ കൊണ്ടുവരാം പുള്ളി. അതിന്റെ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ പിള്ളേരെ വേണമെങ്കിൽ അന്ന് അവന്മാരെ 3 പേര് മിക്കവാറും അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ അതിന് ഒരു കാര്യം പറയാനുണ്ട്. ഈ തിയേറ്ററിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞില്ലേ ആ സിനിമ, പക്ഷെ അത് ഈ CD-യിലൂടെ അത് നല്ല കളക്ഷൻ ഉണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ CD ഇട്ട് കണ്ട പടമായിരുന്നു. അപ്പൊ ഈ പ്ലാൻ ഇല്ലാതെ വന്ന സെക്കൻഡ് പാർട്ട് സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. എന്നാൽ പ്ലാൻ ഇല്ലാതെ വന്ന പടങ്ങളിൽ ഒത്തിരി സിനിമകൾ പരാജയപ്പെട്ടും പോയിട്ടുണ്ട്. ഇപ്പൊ ഇതും നമ്മൾ അങ്ങനെ ഉള്ളൊരു CD മൂസ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം ഇത്രയും വർഷമായ സിനിമ. എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, ഞാൻ വലുതായിട്ട് കളിക്കാൻ പോകാറില്ലല്ലോ. പോകുന്ന വല്ല വെക്കേഷൻ സമയത്ത്, അല്ലാത്തപ്പം സ്കൂളുള്ള സമയങ്ങളിലൊന്നും ഞാൻ അങ്ങനെ പുറത്തിറങ്ങാറേ ഇല്ല. പക്ഷെ ഞാൻ വീട്ടിൽ ഇരുന്ന് അതിനെ ഏറ്റവും കൂടുതൽ കാണുന്ന ഇന്ന് ഫോണാണ്, അന്ന് TV ആണ്. ഇന്ന് ഫോണിലാണ്, അന്ന് TV ആണ്. അപ്പൊ TV തന്നെയും എനിക്ക് തോന്നുന്നു നമ്മള് ഈ ശനി ഞായറും വീട്ടിൽ നിൽക്കുന്ന സമയങ്ങളിലാണ് ഈ 2 സിനിമകളായാലും അല്ലെങ്കിൽ ദിലീപിന്റെ വേറെ സിനിമകൾ കൂടുതലും TV ചാനലിൽ വരുന്നതും. അത് എനിക്ക് തോന്നുന്നു മിക്ക ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും പടം വീഴുമെന്ന് തോന്നുന്നല്ലേ ഈ CD മൂസ. ഒത്തിരി ഞാൻ അത് പറയുകയാണെ എനിക്ക് തോന്നിട്ടുള്ളത് മറ്റേ റേറ്റിംഗ് പിടിക്കാൻ വേണ്ടി സൂര്യ TV ഇറങ്ങുന്ന കുറുപ്പ് ചീട്ടാണ്. സൂര്യ TVയുടെ വജ്രായുധം. അത് ഇന്നും ഒന്ന് ബാക്ക് വലിയുമ്പം ഏതെങ്കിലും ഒരു സൺഡേയില് മറ്റേതെങ്കിലും ചാനലിന് ഏതെങ്കിലും ഒരു റേറ്റിംഗ് പിടിക്കാൻ പറ്റിയ ഒരു സിനിമയോ പരിപാടിയോ ഉണ്ടെങ്കിൽ സൂര്യ TV ഇതങ്ങ് ഇറക്കി റേറ്റിംഗ് കയറും. അങ്ങനെ അതേ കണക്ക് മറ്റേ ഇതുണ്ട്, മഴവിൽ മനോരമയ്ക്ക് റൺവേ. അതും നല്ലൊരു റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. അത് റീ റിലീസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. കാരണം ദിലീപിന്റെ ഒരു മാസ് ക്യാരക്ടർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ക്യാരക്ടർ അതാണ്, വാളയാർ പരമേശ്വരൻ. അപ്പം ഈ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന CD മൂസ അതൊക്കെയാണ് ഞായറാഴ്ചകളിൽ വീട്ടിൽ. വേറൊരു കഥ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ CD മൂസയിലെ മറ്റേ സലീം കുമാറിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, മറ്റേ വട്ടൻ. അതില് മറ്റേ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ മലപ്പടക്കം കെട്ടി വെച്ചിട്ട് ഓടിക്കുന്ന സീൻ. ഇത് റീക്രിയേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട് പണ്ട് ഞാനും കൂട്ടുകാരെല്ലാം കൂടെ. അതൊരു കയറെടുത്തിട്ട് മറ്റേ നമ്മുടെ പാന്റിന് മറ്റേ ബെൽറ്റിന്റെ അതുണ്ടല്ലോ, മറ്റേ അതില് കെട്ടിയിട്ട് ഓടും. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇത് അതാണ് സംഭവം. അത് സിനിമയായിട്ട് കറക്റ്റ്. അതായത് സിനിമ കണ്ടിട്ട് അത് ചെയ്തു നോക്കി, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ മീശ മാധവനും ഞാനും തമ്മിൽ വേറൊരു കണക്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള സിനിമയാണ് മീശ മാധവൻ. അപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് 7-ാം മാസം, അമ്മയ്ക്ക് 7-ാം മാസം ആയപ്പം അമ്മ അച്ഛനും കൂടെ പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് ഈ പടം. അത് ഇവര് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പൊതുവെ ഈ ഇങ്ങനെയുള്ള തിയേറ്ററിലൊക്കെ ഈ സമയം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പോകുമ്പോൾ മറ്റേ ചവിട്ടും അത്രയും ശബ്ദമൊക്കെ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം എന്റെ ഇതില് അതായത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള റിലേറ്റഡ് ആണ് മീശമാധവനുമായിട്ട്. പിന്നെ അതിനുശേഷം പടം ഒത്തിരി കണ്ടിട്ടുണ്ട്. അവർക്കൊപ്പം ഇരുന്ന് TV കണ്ടിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് TV കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ സിനിമ എനിക്ക് അങ്ങനെ ഇല്ല, മിക്ക സിനിമകളും മടുക്കാതെ. ഇപ്പം ഈ പറഞ്ഞ മറ്റേ ഗ്രാമഫോൺ അതും നമ്മള്. പക്ഷെ അത് ഞാൻ പറയട്ടെ, അത് ആ സിനിമ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് ഇതായതിനു ശേഷം ഞാൻ കുത്തിരുന്ന് കാണുന്ന സാധനമാണ്. പുള്ളിയുടെ സിനിമ ഇച്ചിരി വളർന്നതിന് ശേഷം നമ്മള് കൂടുതൽ കണ്ടേക്കുന്ന ഈ ഞാൻ പറയാം പാണ്ടിപ്പട, കല്യാണരാമൻ, അങ്ങനെയുള്ള സാധനം ഉണ്ടല്ലേ. ചെസ് കണ്ടോണ്ട് ചെസ് അതെല്ലാം നമ്മൾ കുറച്ചുകൂടെ വളർന്നതിന് അത് ആ സമയമായപ്പോ ഇറങ്ങിയ സിനിമ. നമ്മൾ കുറച്ചും കൂടെ ഇതായതിനു ശേഷം ഇറങ്ങിയ ഗ്രാമഫോണൊക്കെ കുറച്ചുകൂടി ഇതാകുമ്പോഴാണ് ഞാൻ പിന്നെ അതില് അതും നല്ലൊരു സാധനം. അത്രയും ഇതും പുള്ളി മറ്റേ പൈസക്ക് വേണ്ടി കിടന്ന് ഓടുന്നതും. പക്ഷെ അത് ഇപ്പം നല്ല റിലേറ്റഡ് ആണ്. അന്ന് നമ്മുടെ ചിരിച്ച സാധനമൊക്കെ ഇപ്പൊ നല്ല റിലേറ്റഡ് ആണ്. പാണ്ടിപ്പടയും ആ സമയത്ത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള സിനിമകളാണ്. വില്ലനാണ് മെയിൻ. വില്ലൻ നല്ലൊരു വില്ലനാണ്.
പുള്ളിയാണ് അതിന്റെ മെയിൻ. പിന്നെ കൂട്ടുകാരെ ഫ്രണ്ട്ഷിപ്പ് പറയുന്നതും അതിനകത്തും ഈ പൈസയുടെ കാര്യം തന്നെയാണ് ഓടുന്നതും. പൈസയുടെ വിഷയം അല്ല, ഒരുവിധപ്പെട്ട ആ കാലത്ത് ഇറങ്ങിയ നായകന്മാരെല്ലാരും പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ക്രേസി ഗോപാലൻ, അത് അതിനകത്തൊരു പാട്ടുണ്ടല്ലോ, ഇൻട്രോ സോങ്. ദിലീപ് ആ സിനിമയ്ക്ക് ദിലീപിന്റെ മിക്ക സിനിമയിലും ഒരു ഇൻട്രോ സോങ് ഒരു മെയിൻ സംഭവം. ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു സാധനം പറയാൻ പറ്റും. ക്രേസി ഗോപാലിനകത്ത് ആ ഒരു ഇൻട്രോ സോങ് ഉണ്ട്, അത് നല്ലൊരു സാധനമാണ്. പിന്നെ അതുപോലെ പറക്കും തളികയിലെ മറ്റേ ബസ്സുമായിട്ടുള്ള ആ സോങ്, അത് കിട്ടില്ല സാധനം. അതും പറക്കും തളികയൊക്കെ ഒത്തിരി പഴയതാണല്ലേ നമ്മള്. പക്ഷെ അന്ന് എത്ര പഴയ സിനിമ ആയാലും ദിലീപിന്റെ സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. അല്ല, എനിക്ക് തോന്നണം നമ്മളിപ്പം മോഹൻലാലും മമ്മൂട്ടി ഒരു വലിയ സ്റ്റാറിന് ഉണ്ടെങ്കിൽ പോലും എനിക്കൊന്നും നമ്മൾ റിപ്പീറ്റ് വാല്യൂ കൊടുക്കുന്നത് ഇപ്പോഴും ദിലീപിന് തന്നെ ആയിരിക്കും. അത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പുള്ളിയുടെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് ഈ 2000 മുതൽ 2010 വരെയാണ്. അത് നമ്മൾ കണ്ടിരിക്കുന്ന ദിലീപിന്റെ ഇറങ്ങിയിട്ടുള്ള മിക്ക സിനിമകൾ, അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് കണ്ടിരിക്കുന്നതും നല്ല അഭിപ്രായം നേടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്തിരിക്കുന്ന ഈ ടൈം പീരീഡിലാണ്. ആ ടൈം പീരീഡിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയും കൈ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടനാണ് ദിലീപ്. പുള്ളിക്ക് ആ ഒരു അത് ഒരു ടൈറ്റിൽ കിട്ടി, ജനപ്രിയ നായകൻ എന്നുള്ള ടൈറ്റിൽ. ആദ്യമായിട്ട് സിനിമ വരുന്നത് നടനായിട്ടല്ല, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അത് മോഹൻലാലിന്റെ ഒരു ചിത്രത്തില് അസിസ്റ്റന്റ് ഡയറക്ടർ പറയുന്നുണ്ടല്ലോ, മോഹൻലാലിന്റെ തലയിടിക്കുമ്പോ മോഹൻലാൽ ഇത് കഴിഞ്ഞിട്ട് എന്തോ ആ സാധനം ചോദിക്കുന്നത്. അപ്പം അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ആള് പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് പിന്നെ മലയാളത്തില് മോഹൻലാല് മമ്മൂട്ടി കൂടുതൽ ഹിറ്റുള്ള നടനായി മാറി. അതായത് ആ ടൈം പീരീഡിൽ ഹിറ്റുള്ള നടനായി. അല്ല, ഇവര് അതായത് നമ്മുടെ മമ്മൂട്ടി മോഹൻലാല്, പിന്നെ മമ്മൂട്ടി മോഹൻലാല് ജയറാം സുരേഷ് ഗോപി, അവരെ ആ ഒരു നിലയിലോട്ട് ദിലീപ് എത്തി. എന്നുവെച്ചാ ഒരു മിമിക്രി കലാകാരനാണ്. ദിലീപിനെ കൊണ്ടുവന്നത് ജയറാമാണ്. പുള്ളിയുടെ ട്രൂപ്പിൽ നിന്നാണ് സിനിമയിലോട്ട് പുള്ളിയെ കൊണ്ടുവരുന്നത്. നീ ഒന്ന് ആലോചിച്ചോക്കെ, ആ സമയത്ത് മോഹൻലാലും മമ്മൂട്ടിയും പ്രൊഡക്ഷൻ ഹൗസ് ഇല്ലല്ലോ. ഇല്ല, പുള്ളി അതിലും എത്രയോ ഇത് കഴിഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. അവരെക്കാട്ടി എക്സ്പീരിയൻസ് കുറവാണ്. പുള്ളി വന്നൊരു പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് റൺ ചെയ്യാന്നൊക്കെ പറയുന്നത് പുള്ളി അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു ഇതാണ്. പിന്നെ ഞാൻ ഒരു സംഭവം പറഞ്ഞില്ലേ, പാട്ട്. പുള്ളിയുടെ സിനിമയ്ക്കകത്ത് ഒരു ഐക്കോണിക് പാട്ട് വരുന്നു, കാര്യസ്ഥ സിനിമയ്ക്കകത്ത്. മറ്റേ സീരിയൽ ആർട്ടിസ്റ്റിനെ എല്ലാം കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സിനിമ, ബോളിവുഡ് സിനിമയ്ക്കകത്തൊക്കെ കാണുമല്ലോ, മിക്കെണ്ണോ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നൊരു പരിപാടി കാണും. അതുപോലെ ആ സീരിയൽ ആർട്ടിസ്റ്റിനെ എല്ലാം കൊണ്ടുവന്നൊരു പാട്ടുണ്ട്. അത് പുള്ളിയുടെ 100ാമത്തെ സിനിമ എന്തോ സംഭവമാണ്. അത് നല്ലൊരു, അത് എന്തോ ഒരു സൂപ്പർ ഒരു കോമഡി സിനിമയാണ് കാര്യസ്ഥൻ. സുരാജ് ആയിട്ടുള്ള ആ സംഭവം, സുരാജ് ഏട്ടനൊക്കെ കിടിലമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കിനെ പറ്റി ക്ലാസിക് സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും കണക്റ്റീവ് ആയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ, അത് ഇമോഷൻ കണക്ട് ആയിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതാണ്, മറ്റേ മരത്തുള്ളിക്കല് മറ്റേ പാട്ടുള്ളൂ. അത് ഒരു നമ്മൾ കണ്ടിരിക്കുന്ന ദിലീപ് സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. കാരണം കോമഡി ഉണ്ടെങ്കിലും അത്രത്തോളം കോമഡി ആ പടത്തിന് ഇല്ല. പക്ഷെ എന്നാ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയ, എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഫീൽ ഗുഡ് കിട്ടുന്ന സാധനം വിനോദയാത്ര. അത് നീ ഭയങ്കര നല്ലൊരു സംഭവം. വിനോദയാത്രയില് മുകേഷിന്റെ റോള്, പിന്നെ ഗണപതി കൊണ്ടുവരുന്നത്, ഗണപതി എടുത്ത ഇന്നസെന്റ് ആണ്. അത്രയും ഒരു ഫീലിങ്സ് വെച്ചിട്ടാണ് ഫുള്ള്. പറഞ്ഞാൽ പുള്ളിയുടെ മോള് മരിച്ചതാണ്, ആ ഭാര്യ അറിയിക്കുന്നില്ല, എന്നിട്ടാണ് പുള്ളി ഇത്ര ഇതായിട്ട് നിൽക്കുന്നതായാലും. മീര ജാസ്മിന്റെ റോള്, അച്ഛൻ മരിക്കുന്നു. ആ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ഒരു ട്രാക്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ഇമോഷണൽ ആക്കി ഇങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റ് ഒരു എൻഡില് നിർത്തിയൊരു സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ വിനോദയാത്ര. അതും റിപ്പീറ്റ് കണ്ടിട്ടുള്ള സിനിമകളൊന്നാണ് വിനോദയാത്ര. ഇപ്പൊ വന്നാലും നമ്മളത് കാണും പുള്ളിയുടെ. പിന്നെ ദിലീപിന്റെ കോമഡി മാത്രമല്ല നമ്മൾ സംസാരിക്കാനാണെങ്കിൽ, മറ്റേ ചാന്തോട്ടൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എടുത്തു വെച്ചേക്കുന്ന. നമ്മളെ നിലവിലും മലയാളത്തിൽ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആ ഒരു അത്രയും ഒരു ക്യാരക്ടർ, അത്ര ഒരു ഫീമെയിലിന്റെ ഒരു സംഭവം പിടിച്ചു വെച്ചിട്ട് ആ ഒരു ത്രൂ ഔട്ട് അത്രയും ചെയ്യുക. അല്ല, ഇത് ദിലീപിനെ പോലെ ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്ത ഒരു നടൻ വേറെ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ പുള്ളി എല്ലാം കുഞ്ഞിക്കൂനൻ ചെയ്തിട്ടുണ്ട്,
മറ്റേ മറ്റേ ഇത് മറ്റേ പൊട്ടനാടില്ല സിനിമ മറ്റേ പച്ചക്കുതിര അതുണ്ട്. ചക്രമുത്തിലും പുള്ളി ഒരു ഇച്ചിരി വൈകല്യമുള്ള ഇതായിട്ടാണ്. മറ്റേത് പച്ചക്കുതിര അടിപൊളി. 2 റോളില്ലേ, ഡബിൾ റോളില്ല. പുള്ളി മറ്റേ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത്. ഓക്കെ, മറ്റേ അനിയൻ വരുന്നത് മറ്റേ ഇച്ചിരി ഒരു ഇതുള്ള ഡിസബിലിറ്റി ഉള്ള അനിയനാണ് ഫാൻസ് കൂടുതൽ. പുള്ളി കൈ എന്ന് പറഞ്ഞാൽ എന്തുവാ അപ്പം അഭിനയത്തിന്റെ കാര്യത്തിലായാലും പുള്ളി എല്ലാ സംഭവം കൈവച്ച് തന്നെ പുള്ളി പോയേക്കുന്നു. ഈ പച്ചക്കുതിരയിൽ അതിലും ഒരു ഇമോഷൻ ഉണ്ട്, ചേട്ടൻ അനിയൻ എന്നുള്ളത്. ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് കൂടെ ഒരു ഇതാവുന്നുണ്ട്. ആദ്യം അതിനകത്ത് പുള്ളി പൈസക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും പിന്നെ അതിനകത്ത് അവൻ പൊന്നെ പോലെ കൊണ്ടുവന്ന ചേട്ടന്റെ ഫോട്ടോ ആണ്, അങ്ങനെയൊക്കെ അറിയുമ്പോ അത് ഇമോഷണൽ ആവും. അതും ഒരു ഇമോഷണൽ സിനിമ തന്നെയാണ്. മായാമോഹിനിയില് പുള്ളി മുഴുനീളം പെൻവേഷം കെട്ടിയിട്ടുണ്ട്. ഈ പെൺവേഷം കിട്ടുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ പുഷ്പ 2 അതിനകത്ത് മറ്റേ അതിലെ ആക്ട്രസ് ഒരു വേദിയിലിരുന്ന് ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നല്ലോ, ആരെങ്കിലും ചെയ്യൂ അതിനകത്ത് എന്തോ ഒരു ഡാൻസ് സീനേ ഉള്ളു, മിനിറ്റ് ഉള്ളു. അത് പോട്ട് അത് നല്ലതാണ്, പുള്ളി ചെയ്തു ഓക്കെയാണ്. പക്ഷെ പുള്ളിക്കാരി അതിനകത്ത് പറഞ്ഞെന്തോന്ന് വെച്ചാൽ ആരെങ്കിലും ചെയ്യുവോ, ഇങ്ങനെ ചെയ്യുവോ, ഇത്രയും അതൊരു ആൽഫ മെയില് സാരി ഉടുത്ത് ആരെങ്കിലും ഡാൻസ് ചെയ്യോ. പടം ചെയ്തിരിക്കുന്നത് ഈ മായാമോഹിനി വിട ചാന്തോട്ട് നിന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ രശ്മിയൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ ഇവിടെ ദിലീപേട്ടൻ ചെയ്ത് വെച്ചേക്കുന്ന സാധനം പുള്ളിക്കാരിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. എന്ത് അതിനകത്ത് കാണിച്ചിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ആണെങ്കിലും ആളൊരു കില്ലാടിയാണ്. ചക്രമുത്തിലും ആളൊരു കില്ലാടിയാണ്. ആ ചാന്തൂട്ടിൽ അങ്ങനെ അഭിനയിച്ചിട്ട് മായാമോഹിനിക്കകത്തും ആ ഒരു ഇത് വന്നിട്ട് സാഹചര്യം കാരണം ഇങ്ങനെ ആയി കണ്ടുപിടിക്കാൻ വേണ്ടിയും പുള്ളി ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു ഐറ്റം ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ഈ മായാമോഹിനില് മറ്റേ ഇത് കാണിക്കുന്നത്, അതായത് ആ ഫുള്ള് ഇത് മാറ്റുമല്ല ക്ലൈമാക്സ് ആകുമ്പോ മറ്റേ ഇതാന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അതാന്നും പറഞ്ഞ് എന്തോ ഒരു പേരാണത്. ആ അങ്ങനെ റിവീൽ ചെയ്യുന്ന സമയമുണ്ട്, ഓരോന്നായിട്ട് മാറ്റി ഇത് ചെയ്യുന്നത്. അതൊന്നും രശ്മിയെ കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല കേട്ടോ. പിന്നെ നിനക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പുള്ളിയുടെ സിനിമയാണ് നമ്മള് കൊച്ചിലെന്നല്ല റിപ്പീറ്റ് നമ്മള് ഈ ടി വിക്കകത്തായാലും കൊച്ചി രാജാവൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ പല സിനിമ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ എന്റെ ഒരു ഇതില് മമ്മൂട്ടി മോഹൻലാലിനെക്കാട്ടി കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ നിലവിലും ദിലീപിന് തന്നെയാണ്. കൂടുതലുള്ള ദിലീപിനാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നതും ദിലീപിന്റെ സിനിമ. അപ്പം നമുക്ക് എന്തുകൊണ്ടും റിലേറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ചിലവഴിച്ചിരിക്കുന്ന ആ ഒരു സംഭവത്തിലോട്ടായി. കാരണം ഫോൺ വരുന്നതിന് മുമ്പ് നമ്മൾ TV ആയിരുന്നു. അപ്പം കൂടുതലും അങ്ങോട്ട് തന്നെ ആയിരിക്കും പോയേക്കുന്നത്. കൊച്ചി രാജാവിനകത്തും ഈ കൊച്ചി രാജാവിനകത്ത് ഇപ്പൊ പറയുന്ന പർട്ടിക്കുലർ സീൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ മറ്റേ ആ പെണ്ണിന്റെ വീട്ടുകാർ മറ്റേ കല്യാണം ആലോചിക്കാൻ വരുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ജഗതി അഴിഞ്ഞാടുന്നൊരു സാധനമുണ്ട്. ഇപ്പോഴേ കാശൊന്നും ഇല്ലാതെ ഇരുന്ന് തെണ്ടാനോ എന്നാ ഒരു കട ഇട്ടെടുക്കുന്നത് അതിന്റെ മുട്ടിൽ തെണ്ടാനോ അങ്ങനെ സംഭവം കുറെ ഡയലോഗ് അടിക്കുന്ന സീനുണ്ട്. നിങ്ങൾ ആദ്യം കണ്ടപ്പോ പഴം കൊണ്ട് ഞാൻ വിചാരിച്ചു പഴക്കച്ചവടക്കാരായിരിക്കുന്നു. ആ ഒരു സാധനം ഉണ്ട് പുള്ളി ഇങ്ങനെ കുറെ ഡയലോഗ് അടിക്കുന്നു. അതൊക്കെ നല്ലൊരു ഇതാണ്. നമ്മളിപ്പം ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്തെന്ന് പറഞ്ഞില്ല. അവസാനം മറ്റേ ഈ സിനിമ ചെയ്തില്ലായിരുന്നു മറ്റേ കേശു, നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളില് ഒരു ഇത് ഞാൻ കാണിച്ചുതരാം നിനക്ക്. അതെ, ഇത് കണ്ട ഇത് പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമയാണെന്നാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറയുന്നത്. അവിടെ റിവീൽ ചെയ്യണം. സേതു, അതായത് സേതു എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഒരു കൺസെപ്റ്റ് ആണ് അത്. ഒരു ലുക്ക് കണ്ടില്ലേ ഒരു പോലീസ് സ്റ്റേഷൻ, ചുണ്ട് തടിച്ചിരിക്കുന്ന ഒരു വേറൊരു സംഭവം എന്ന് പറഞ്ഞൊരു എനിക്കൊന്ന് ദിലീപ് ഇങ്ങനെ ഒരു ദിലീപ് മറ്റേ പോലീസ് സ്റ്റേഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഒരു കോമഡി കഥാപാത്രം. മറ്റേ ഇതുണ്ടല്ലോ ഗരുഡൻ, അത് കോമഡി അല്ലേ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പടമാണെന്ന് തോന്നുന്നു. മറ്റേത് കോമഡിയാണ്. ആ മീശ അത് ആ ഒരു മീശ അതില് കാവ്യമാധവ് ഇവര് തമ്മിൽ ഒത്തിരി സിനിമയിലുണ്ടല്ലോ, കാവ്യമാധവിന്റെ കോംബോ. അതില് കൊച്ചി ഇതിലുണ്ട്. ദിലീപിന്റെ സിനിമകളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു പറയാനാണെങ്കിൽ ഇനിയും കുറെ കാര്യങ്ങളുണ്ട്.
നമുക്കത് വേണമെങ്കിൽ ഇത് ഇട്ട് നോക്കിയിട്ട് ഇത് ഓടുന്നുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന രീതിയിൽ നമുക്ക് ഇറങ്ങാം. പിന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ അതിപ്പോ ട്രെൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ആയതുകൊണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കണ്ടന്റ് നമ്മൾ എടുത്തത്. കാരണം ഇത് ആവുമ്പോ നമുക്ക് വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല, നമുക്ക് ചുമ്മാ ഇരുന്ന് സംസാരിക്കാം, ഒന്നും ആലോചിക്കേണ്ട. കാരണം നമ്മൾ ആരും പറഞ്ഞാൽ മതി. ഇനി വരും എപ്പിസോഡുകളിൽ നമ്മൾ ഇതിലും കിടിലം കണ്ടന്റുകളായിട്ട് വരും. ചിലപ്പോ വിവാദമാവുന്ന കണ്ടന്റുമായിട്ട് വരാൻ സാധ്യത. എന്നിട്ട് നമ്മൾ ഏറി പോണല്ലോ. എന്തായാലും അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പം ഇനിയും ഇത് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഞങ്ങളും തുടരും.